കഴുത്തുവേദനയോടൊപ്പം കൈയിലേക്ക് വേദന ഇറങ്ങാറുണ്ടോ? കൈയിൽ തരിപ്പ്, മരവിപ്പ്, കൈയുടെ ബലക്കുറവ് ഇവ അനുഭവപ്പെടാറുണ്ടോ? കഴുത്ത് തിരിക്കാനോ അല്ലെങ്കിൽ താഴേക്ക് നോക്കാനോ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടോ? എങ്കിൽ ഇതൊരു സാധാരണ കഴുത്തുവേദനയാവില്ല. അത് സർവൈക്കൽ ഡിസ്ക് ബൾജ് ആവാം. എന്താണ് സർവൈക്കൽ ഡിസ്ക് ബൾജ്? അതെങ്ങനെ തിരിച്ചറിയാം? വിശദമായി പറഞ്ഞുതരാം. നമ്മളുടെ കഴുത്തിലെ എല്ലുകൾക്കിടയിൽ ഡിസ്ക് എന്ന മൃദുവായ കുഷൻ പോലുള്ള ഘടകങ്ങളുണ്ട്. ഇവയാണ് കഴുത്തിന് ഷോക്ക് അബ്സോർഷൻ നൽകുന്നതും ചലനം സുഗമമാക്കുന്നതും. ഈ ഡിസ്ക് പുറമേക്ക് തള്ളി വന്നു കഴിഞ്ഞാൽ അടുത്തുള്ള നെർവ് റൂട്ടിൽ സമ്മർദ്ദം ഉണ്ടാക്കാം. ഈ അവസ്ഥയാണ് സർവൈക്കൽ ഡിസ്ക് ബൾജ് എന്ന് പറയുന്നത്. ഇത് എല്ലാ സമയത്തും ഒരു ഗുരുതരമായ രോഗമല്ല. പലപ്പോഴും MRI റിപ്പോർട്ടിൽ സർവൈക്കൽ ഡിസ്ക് ബൾജ് ഉണ്ടെങ്കിൽ പോലും പലർക്കും ലക്ഷണങ്ങൾ ഉണ്ടാകാറില്ല. എന്നാൽ ഞരമ്പിൽ എപ്പോഴാണോ സമ്മർദ്ദം ആരംഭിക്കുന്നത് അപ്പോൾ ലക്ഷണങ്ങളും തുടങ്ങും. എന്താണ് ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ? ആദ്യം കഴുത്തുവേദന ഉണ്ടാകും. തുടർന്ന് ആ വേദന കൈയിലേക്ക് ഇറങ്ങുകയോ ഒപ്പം കൈയിന് മരവിപ്പ്, തരിപ്പ്, ബലക്കുറവ് മുതലായ ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടുന്നു. ചിലർക്കാകട്ടെ കയ്യിൽ സൂചി കൊണ്ട് കുത്തുന്നത് പോലെയും അതുപോലെ ഷർട്ടിന്റെ ബട്ടൺ ഇടാനോ കുപ്പിയുടെ മൂടി തുറക്കാനോ സാധനങ്ങൾ കയ്യിൽ പിടിച്ചു വെക്കാനോ പറ്റാത്ത അവസ്ഥയും ഉണ്ടാകും. കമ്പ്യൂട്ടറിനോ മൊബൈലിനോ മുമ്പിൽ കൂടുതൽ സമയം ഇരിക്കുമ്പോൾ ഈ ലക്ഷണങ്ങൾ അധികരിക്കുന്നതും ഇതിൽ സാധാരണമാണ്. ആർക്കൊക്കെയാണ് ഇത് വരാൻ കൂടുതൽ സാധ്യത? ദീർഘനേരം കമ്പ്യൂട്ടർ അഥവാ ലാപ്ടോപ്പ് ഉപയോഗിക്കുന്നവർ, മൊബൈൽ കൂടുതലായി ഉപയോഗിക്കുന്നവർ, തെറ്റായ പോസ്റ്ററിൽ ഇരുന്ന് ജോലി ചെയ്യുന്നവർ, ഡിസ്ക് ഡീജനറേഷൻ ഉള്ളവർ, കഴുത്തിന് ഇഞ്ചുറി വന്നവർ എന്നിവരിൽ കൂടുതലായി കാണപ്പെടുന്നു. ഇത് എങ്ങനെ മാറ്റിയെടുക്കാം? എല്ലാ സർവൈക്കൽ ഡിസ്ക് ബൾജിനും സർജറി ആവശ്യമില്ല. പക്ഷേ കൈയിലെ ബലക്കുറവ് അധികരിക്കുകയോ ലക്ഷണങ്ങൾ വഷളാവുകയോ ഞരമ്പിലെ സമ്മർദ്ദം വർദ്ധിക്കുകയോ ചെയ്യുന്ന അവസരത്തിൽ കൂടുതലായ വിലയിരുത്തലുകളും പ്രത്യേകമായ ചികിത്സയും ആവശ്യമായി വരാം. ഒരു പ്രധാന കാര്യം, MRI റിപ്പോർട്ടിൽ ഡിസ്ക് ബൾജ് ഉണ്ട് എന്ന് കണ്ടതുകൊണ്ട് മാത്രം ഭയപ്പെടേണ്ടതില്ല. രോഗിയുടെ ലക്ഷണങ്ങൾ, ക്ലിനിക്കൽ എക്സാമിനേഷൻ, നെർവ് ഇൻവോൾവ്മെന്റ്, മസിൽ സ്ട്രെങ്ത് ഇവയെല്ലാം വിശദമായി വിലയിരുത്തിയ ശേഷമാണ് ശരിയായ ചികിത്സ തീരുമാനിക്കേണ്ടത്. ആദ്യമേ തന്നെ ചികിത്സിച്ചാൽ വേദന കുറയ്ക്കാനും ഞരമ്പിലെ സമ്മർദ്ദം കുറയ്ക്കാനും ഒപ്പം കൈയുടെ പ്രവർത്തനം പൂർണ്ണമായി തിരിച്ചു കൊണ്ടുവരാനും സാധിക്കും. കഴുത്തുവേദനയോടൊപ്പം നിങ്ങൾക്ക് വേദനയോ തരിപ്പോ കയ്യിലേക്ക് വരുന്നുണ്ടോ? കമന്റ് ചെയ്യൂ. കഴുത്തുവേദന കാരണം ബുദ്ധിമുട്ടുന്നവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യൂ. സ്പൈൻ ആൻഡ് ജോയിന്റ് സംബന്ധമായ കൂടുതൽ അറിവുകൾക്കായി അക്കൗണ്ട് ഫോളോ ചെയ്യൂ.